ഇസ്രായേൽ പലസ്തീൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സർക്കാർ ഇപ്പോൾ രണ്ട് തട്ടിലാണ്. ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു അംഗീകാരം ഇപ്പോഴും നൽകിയിട്ടില്ല എന്ന വിവരമാണ് പടിഞ്ഞാറൻ മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത്. പറയുന്ന കാര്യം, ധനമന്ത്രി അടക്കം സ്മോട്രിച്ചിനെ കുറിച്ച് പ്രത്യേകമായി പരാമർശിച്ച് പറയുന്നത് വലതുപക്ഷ ജൂത തീവ്ര ചിന്താഗതിക്കാരനാണ് ഇസ്രായേലിന്റെ ധനമന്ത്രി ആയിരിക്കുന്ന സ്മോട്രിച്ച്. അദ്ദേഹം ഈ കരാർ വ്യവസ്ഥയെ പൂർണ്ണമായിട്ട് എതിർക്കുന്നു. യുദ്ധം തുടരണം എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെയായ സമയത്ത് മന്ത്രിസഭയിൽ മറ്റൊരു മന്ത്രിയും കൂടി ഇദ്ദേഹത്തിന് പിന്തുണച്ചതോടുകൂടി മന്ത്രിസഭാ അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നതിനാൽ മന്ത്രിസഭയിൽ നിന്ന് ഏകോപനത്തോടു കൂടി ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നും ഇന്ന് പ്രത്യേകമായിരിക്കുന്ന ഒരു മീറ്റിംഗ് കൂടിയിട്ട് നാളെ പ്രസ്താവന പുറത്തിറക്കുന്ന ഒരു നയ നിലപാടാണ് സ്വീകരിക്കുക എന്നാണ് ഇസ്രായേലിലെ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസിൽ നിന്നും ഔദ്യോഗികപരമായി അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഈ മേഖലയിൽ പലസ്തീന്റെ ഗസയുടെയും വെസ്റ്റ് ബാങ്കിന്റെയൊക്കെ മേഖലയിൽ വ്യാപകമായിരിക്കുന്ന അറസ്റ്റ് നടക്കുന്ന വിവരവും വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകളും മരണവും നടക്കുന്ന വിവരം പുറത്തു വന്നു. സാധാരണഗതിയിൽ ഇത്തരം കരാർ വ്യവസ്ഥകൾക്ക് ഉണ്ടാകുന്നതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ കരാർ വ്യവസ്ഥ ഏറെക്കുറെ പാലിക്കേണ്ടി വരും എന്നായാൽ യുദ്ധം കഠിനമാക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ഒരു തന്ത്രമാണ്. പരമാവധി ആളുകളെ കൊല്ലുക, മുറിവേൽപ്പിക്കുക, പ്രയാസമുണ്ടാക്കുക, അറസ്റ്റ് ചെയ്യുക എന്നത് ഇസ്രായേൽ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം വെടിനിർത്തൽ കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വെടിനിർത്തലാണ് പ്രസ്താവിച്ചത്. ആ 2 ദിവസവും കഠിനമായിരിക്കുന്ന അറസ്റ്റും വെടിവെപ്പും മരണങ്ങളും അവിടുന്ന് റിപ്പോർട്ട് ചെയ്തു. സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ. ഞായറാഴ്ചയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരിക എന്നാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ഔദ്യോഗികപരമായിട്ട് അറിയിച്ചത്. അങ്ങനെയാവുന്ന സമയത്ത് ഇനിയും 2 ദിവസം ബാക്കിയാണ്. ഈ പ്രസ്താവന കാര്യങ്ങൾ വന്നത് ഇന്നലെയാണ്. ഇന്നലെയിൽ നിന്ന് ഞായറാഴ്ചയിലേക്ക് 3 ദിവസമുണ്ട്. വ്യാഴം, വെള്ളിയും, ശനിയുണ്ട്. അങ്ങനെ ഈ 3 ദിവസം യുദ്ധം കഠിനമാക്കുക, പരമാവധി ആൾക്കാരെ അപായപ്പെടുത്തുക, അറസ്റ്റ് ചെയ്യുക. അറസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു തന്ത്രമാണ്. അതൊരു ജൂതതന്ത്രത്തിന്റെ ഭാഗമായിട്ട് മുൻപേ വരുന്നതാണ്. കാര്യം, നിലവിലെ സാഹചര്യത്തിൽ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ ആദ്യത്തെ ഘട്ടത്തിൽ 1000 ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും എന്നാണ്. 1000 ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക എന്നുള്ളത് അപമാനകരമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് ഇസ്രായേലിന് അറിയാമെങ്കിലും ഈ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ ഇതല്ലാത്ത വേറെ പോംവഴിയില്ല എന്നതുകൊണ്ട് അവർ സമ്മതിച്ചു. അതിനവരിപ്പോൾ ചെയ്യുന്ന കാര്യം വ്യാപകമായിരിക്കുന്ന അറസ്റ്റ് ചെയ്യുക. ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും അറസ്റ്റ് വലിയ തോതിൽ ഇപ്പോൾ നടന്നു വരുന്നു. അങ്ങനെ ആ സമയത്ത് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത ആളുകൾ 2000-3000 പേർ അറസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് 1000 ആൾ വിട്ടുകൊടുക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ഫലസ്തീൻ തടവുകാരുടെ എണ്ണം കൂടാൻ വേണ്ടി അവർക്ക് സാധിക്കും. ഇതൊരു കാരണമായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ 1000 തടവുകാരെ വിട്ടുകൊടുക്കുന്നതിന് പകരം ഏകദേശം 2000-ഓളം തടവുകാരെ അവരുടെ കൈവശത്തിൽപ്പെടുത്തുന്ന തന്ത്രപരമായിരിക്കുന്ന ഒരു നീക്കം അവർ സാധാരണ നടത്താറുണ്ട്. ഇപ്പോഴും അത് നടന്നു വരുന്ന വിവരമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ അക്രമത്തിലും വെടിവെപ്പുമായി ബന്ധപ്പെട്ടും സ്ഫോടനവുമായിട്ട് ഏകദേശം 30-ലധികം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നു. ഈ കരാർ വ്യവസ്ഥ അംഗീകരിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ വെടിവെപ്പും ഈ സ്ഫോടനം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. അപ്പോൾ ഇവിടെ കരാർ വ്യവസ്ഥയിലുള്ള വളരെ പ്രധാനമായിരിക്കുന്ന പാളിച്ചകളിലൊന്ന്, ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ആ കരാർ വ്യവസ്ഥ ആ നിമിഷം മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിലായിട്ടില്ലെങ്കിൽ ശക്തിയുള്ള രാജ്യങ്ങൾ ഏതാണോ അല്ലെങ്കിൽ ആയുധബലമുള്ള സൈനികർ ഏതാണോ അവർ നിരപരാധികളെ കൊന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ജൂത സയനിസത്തിന്റെ നയനിലപാടുകൾ ആളുകൾ കൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെയാണ് അവരതിൽ ആനന്ദം കണ്ടെത്തുന്നതും വിജയത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നതും. ഇപ്പൊ തന്നെ ഏകദേശം 45,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിജയമായിട്ടാണ് ആഘോഷിക്കുന്നത്. അതല്ലാത്ത രീതിയിൽ യുദ്ധവിജയം അല്ല അവർ പറയുന്നത്. ഇത്രയും ആളുകളുടെ ബുദ്ധിമുട്ട് ഇനി ഇസ്രായേൽ ജനതയ്ക്ക് ഉണ്ടാവില്ല എന്നും അവരുടെ വംശത്തെയാണ് ഉന്മൂലനം ചെയ്തത്. വംശീയ ഉന്മൂലനമാണ് അവിടെ നടക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൊല്ലാനുള്ള കാരണം തന്നെ ഇതാണ്. ഒരു വംശീയ നിർമ്മാണം ഇനി ഉണ്ടാവാത്ത രീതിയിൽ ഭാവിയിൽ ഇസ്രായേൽ ജനങ്ങൾ സുരക്ഷിതരാവണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്ത്രീകൾക്ക് നേരെ അവർ കാഞ്ചി വലിക്കുന്നത്. ഇത് മുൻപ് ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു പ്രായമുള്ള 2 പേരും ഒരു കുട്ടിയായിരിക്കുന്ന ഒരാളും ഉണ്ടെങ്കിൽ അവരിപ്പോൾ ഒരു സൈനികരായിരിക്കുന്ന ഒരു ജൂത സൈനിസം അല്ലെങ്കിൽ ഒരു ഇസ്രായേൽ സൈനികർ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ 2 പ്രായമുള്ളവരെയും അവർ വെടിവെക്കുകയോ കൊല്ലുകയോ ചെയ്യില്ല. പകരം ഈ കുട്ടിയാണ് കൊല്ലുക. ഈ കുട്ടിയാണ് ഒരു തലമുറയെ സൃഷ്ടിക്കുന്നത്. ആ കുട്ടിയാണ് യുവാവാകുന്ന സമയത്തും അതിനുശേഷവും ഇസ്രായേലിന് ശത്രുവായിട്ട് മാറാനുള്ള സാധ്യത.
പിന്നീട് അവർ വിവാഹം കഴിക്കുന്ന സമയത്ത് പുതിയ തലമുറകൾ ഉണ്ടാവും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കുട്ടിയാൽ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവര് ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്ന ഒരുപാട് രംഗങ്ങളും ഒരുപാട് സംഭവങ്ങളും പാലസ്തീനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. സമാനമായിരിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഞായറാഴ്ച എന്ന് പറയുന്ന ദിവസത്തേക്ക് അവർ നീട്ടി നിശ്ചയിക്കുകയാണ്. ആ നീട്ടി നിശ്ചയിക്കാനുള്ള തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങളൊക്കെ ഇസ്രായേലിൽ എടുക്കാൻ വേണ്ടി സാധിക്കും, അവർ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ നീട്ടി നിശ്ചയിക്കുന്ന സമയത്ത് അവർക്ക് 3 ദിവസം അവധി കിട്ടും, യുദ്ധം ശക്തമാക്കും, കഠിനമാക്കും. അങ്ങനെ അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ഗസയെ കുറിച്ച് പറയുന്ന സമയത്ത് ഇന്നലെ വലിയ രീതിയിലുള്ള വിജയാഹ്ലാദം നടന്നു. വിജയാഹ്ലാദം നടക്കുന്നതിനിടയിൽ ഇസ്രായേൽ ആക്രമണം നടത്തി എന്നുള്ളതാണ്. വൈമാനിക ആക്രമണത്താൽ അങ്ങനെയാണ് അതിൽ നിന്ന് നല്ലൊരു ശതമാനം ആളുകൾ പിരിഞ്ഞോടുന്നതും ആ ഓടുന്ന ആളുകളിൽ ചില ആളുകളൊക്കെ മരണപ്പെടുന്ന വിവരങ്ങളും അല്ലെങ്കിൽ ആ കൂട്ടത്തിൽപ്പെട്ട ഏകദേശം 15-ലധികം ആളുകൾ മരണപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. 30 മുതൽ 60 പേരെങ്കിലും ഈ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതിനു ശേഷം പാലസ്തീനിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതിൽ ഇസ്രായേൽ സൈനികർ ഉണ്ട് എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, കരാർ വ്യവസ്ഥ തീർച്ചയായിട്ടും ഇസ്രായേൽ ലംഘിക്കും. ചരിത്രത്തിൽ ഇന്നുവരെ ലംഘിച്ചിട്ടുണ്ട്. അത് ഇസ്ലാമിക മതവിശ്വാസ പ്രകാരം കൃത്യമായ രീതിയിൽ അത് പറയുന്നുണ്ട്. അവർ കരാർ ലംഘിക്കുന്നവരാണ്, കരാർ വ്യവസ്ഥ പാലിക്കാത്തവരാണ്. അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ജൂത വിഭാഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ നമുക്ക് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ ചെയ്തത്. കരാർ ഉണ്ടാക്കിയ വ്യക്തികളും പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന സമയത്ത് അതൊരു തീരുമാനമായി എന്ന് തോന്നിയാൽ പരസ്പരം ആ സമയത്ത് തന്നെ അത് 2 വിഭാഗത്തോടും പ്രഖ്യാപനം നടത്താനും ആ നിമിഷം മുതൽ യുദ്ധം അവസാനിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകളോ അല്ലെ തീരുമാനങ്ങളോ ഉണ്ടായിട്ടില്ലെങ്കിൽ തുടർച്ചയായ രീതിയിലുള്ള നിരപരാധികളുടെ മരണം കാണേണ്ടി വരും. അതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ മന്ത്രിസഭ ഇന്ന് ചേരുമെന്ന് 2ാം ഘട്ടത്തിൽ ഇപ്പോൾ പറയുന്നു. മന്ത്രിസഭയ്ക്ക് ചേർന്നതിന് ശേഷം ഒന്നുകൂടി ഈ വിഷയം ചർച്ച ചെയ്തിട്ട് നാളെ ഇതിന് ഔദ്യോഗികപരമായിരിക്കുന്ന പ്രഖ്യാപനം നടത്തും. നാളെ എന്ന് പറഞ്ഞാൽ ഈ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഓരോരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ ആര് അല്ലെങ്കിൽ അടുത്ത നിമിഷം ആരാണ് മരിക്കുക എന്ന് പോലും ചിന്തിച്ചിരിക്കുന്ന വിഭാഗങ്ങളായി യഥാർത്ഥത്തിൽ പാലസ്തീനികൾ മാറിയിരിക്കുന്നു. അങ്ങനത്തെ ആ വിഭാഗത്തിനിടയിൽ 2-3 ദിവസത്തെ ഒരു ഗ്യാപ്പ് വെക്കുന്ന സമയത്ത് ശത്രുപക്ഷത്തിന് വലിയ രീതിയിലുള്ള ആക്രമണം നടത്താനുള്ള അവസരങ്ങൾ ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ കാര്യങ്ങൾ ഒരുപക്ഷെ ഖത്തർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ ഖത്തർ ശ്രദ്ധിച്ചിട്ടും ഈ ഇസ്രായേൽ വിഭാഗം അത് സമ്മതിച്ചിട്ടുണ്ടാവില്ല. പാലസ്തീന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ എതിർപ്പ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം പാലസ്തീൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ മുൻപേ പറഞ്ഞത് തന്നെയാണ്, പിന്നീടും പറഞ്ഞത്, ഇപ്പോഴും പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ്. ആ കാര്യം അംഗീകാരം ഉണ്ടാവുകയാണെങ്കിൽ ഈ കരാർ വ്യവസ്ഥക്ക് തങ്ങൾ പിന്തുണ നൽകും എന്നാണ് ഫലസ്തീനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയപ്പെട്ടത് എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ കരാർ വ്യവസ്ഥ മൊസാദിന്റെ വിഭാഗം അംഗീകരിച്ചതിന് ശേഷം മന്ത്രിസഭയ്ക്ക് വേണ്ടി ഇസ്രായേലിലേക്ക് ഈ കാര്യങ്ങൾ കൈമാറിയതിനു ശേഷം അവരുടെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിൽ അനുകൂലമായിരിക്കുന്ന പ്രതികരണമാണ് ഉണ്ടായത്. പിന്നീടാണ് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് ചർച്ചയിലെത്തിയ സമയത്താണ് പല വിഭാഗങ്ങളായിട്ട് മന്ത്രിസഭ തന്നെ മാറിയത്. ഈ ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിൽ നിലനിൽക്കുകയാണ്. എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ മധ്യസ്ഥത വരെ പ്രതിസന്ധിയിലായിരിക്കുന്ന സ്ഥിതിയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.